ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബിങ് കണ്ടാലോ. എന്നും ഓരോന്നായിട്ട് ഡിഫറെൻ്റ് ആണ്, എന്നാലും ഇവിടുത്തെ ചന്ത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ ഓർക്കാട്രി ചന്ത കാണാൻ പോവാം. ഈ ചന്ത കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ നാട്ടിലെ പൂരം ഉത്സവം ഏകദേശം ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. എഴുന്നള്ളിപ്പ് മാനയൊന്നും ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ ആ റൈഡും സ്റ്റോളും ആ പൂരത്തിൻ്റെതായിട്ടുള്ള ആ തിരക്കും മൊത്തത്തിൽ ആ ഒരു വൈബ് തന്നെയാണ്. ഈ ചന്തയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വേർത്തായിട്ടുള്ള നമ്മളെ കണ്ണിനെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മരണക്കിണർ. പണ്ടത്തെ മരണക്കിണറാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ ജസ്റ്റ് ബൈക്ക് റൈഡ് മാത്രമൊക്കെയുള്ളൂ. ഇപ്പോൾ കാറും വന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ റൈഡിന് കാറും ഉണ്ട്. ഇനിയിപ്പോൾ ആദ്യവും കാറ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അന്ന് ലേഡീസൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേഡീസും ഉണ്ട്. എല്ലാത്തിലും സംവരണമാണല്ലോ, അപ്പോൾ ലേഡീസും ഉണ്ട്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രൗഡാണ്, പക്ഷേ സെയിം ടൈം നമുക്കൊരു പേടിയും നമുക്കൊരു പ്രാർത്ഥനയൊക്കെ തോന്നും. ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് നല്ല ചെറുപ്പക്കാർ ചെക്കന്മാരായിരുന്നേ. പിന്നെ ഒക്കെ ഒരു മിഡിൽ ഏജും ഉണ്ട്, പിന്നെ ലേഡിയും കയറി വന്നു. എല്ലാം കൂടിയും കുറച്ച് നമ്മളെ ആവേശം പിടിപ്പിക്കുന്ന ആ ഒരു ടൈമിങ്ങും ഒക്കെ ആയിരുന്നു. ഈ പെൻഡുലം പോലെയൊക്കെയുള്ള റൈഡിങ് അത് അടിപൊളിയാണ്. കാരണം അതിൽ കയറുന്നവരെ സമ്മതിക്കണം. അത് കണ്ടിട്ട് ആ ഒരു പേടിയും കൂടെ തോന്നിയിട്ട് എനിക്കെന്തോ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കാരണം അത്ര ക്രൗഡോട്, പിന്നെ അത്രയും നല്ല ശബ്ദത്തിൽ ആർത്തി വിളികളും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇവരൊക്കെ കയറിയതെന്നാവും. ഇപ്പോൾ ഏതൊരു ഫംഗ്ഷനും ഏതൊരു പ്രോഗ്രാമും ഫെസ്റ്റിവലിനുമൊക്കെ മെയിൻ എന്ന് പറയുന്നത് ഫുഡ് ഡിഷസും ഒക്കെയാണല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ചിപ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ നിന്ന് കഴിക്കാനുള്ള അത്ര ധൈര്യം ഇല്ലായിരുന്നു. നാട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് വിട്ടു നിൽക്കുന്ന ഏതൊരു മലയാളികൾക്കും മിസ് ചെയ്യുന്ന ഒരു വൈബ്, മിസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഉത്സവം, പൂരം, ഈ ചന്ത, ഈ വൈബൊക്കെ തന്നെ ആയിരിക്കും. ചന്ത വൈബ് എന്ന് ഉദ്ദേശിച്ചത് വേറൊരു മീനിങ്ങിലല്ല, ഈ ഒരു ഫെസ്റ്റിവൽ വൈബ്, ഈ ഒരു അടിപൊളി വൈബായിരിക്കും മിസ് ചെയ്യുക. അങ്ങനെയല്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ പുറത്തും ഇതുപോലെ എന്തൊക്കെ പ്രോഗ്രാംസ്, ഓരോ കൾച്ചറൽ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതേപോലെയുള്ള ഡെമോസും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും നാട്ടിലുള്ളത് നമുക്കത് വേറെ തന്നെയാണല്ലോ. ഈ കുട്ടികളെയും വെച്ച് അത്യാവശ്യം ഇങ്ങനെയുള്ളൊരു ഫെസ്റ്റിവലിന് വരാൻ തന്നെ കാരണം ഇതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എപ്പോഴും കുറച്ച് അവർ സേഫായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള സോണിലാണ് എപ്പോഴും നിൽക്കാറ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ലൈറ്റും അത്ര നല്ലതൊന്നുമല്ല, ആ സൗണ്ടും അത്യാവശ്യമുണ്ട്. എന്നാലും ഇതും ഒന്ന് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെയും കൊണ്ട് വന്നത്. പക്ഷെ അത് അവർക്കും ഇഷ്ടമായിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കാണുന്ന റൈഡേഴ്സ് എല്ലാം നോർത്ത് നിന്നാണ്. അത്യാവശ്യം കറേജിയസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റൈഡേഴ്സൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നോർത്താണ് തോന്നുന്നു, അറിയില്ല. ഇവിടെയുള്ളവരും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇങ്ങനെ ഫുൾ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഇതിലുള്ള ഈ ലേഡീൻ്റെയും ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. പ്രാക്ടീസ് ആയിരിക്കും. ഇപ്പോൾ നിരന്തര അഭ്യാസി ആന എടുക്കും എന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെ ആവും. എന്നാലും അത്യാവശ്യം കറേജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇവരൊക്കെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഇത് ഇവരെ തൊഴിലൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി ചിന്തിക്കും. എന്ത് ഭംഗിയായിട്ടാണ് അവരതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ റൈഡ്. എല്ലാ റൈഡേഴ്സും അടിപൊളിയാണ്. അതുപോലെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. നമ്മുടെ നെഞ്ച് പിടയ്ക്കെങ്കിലും അവരത് എത്ര കോൺഫിഡൻസോടെയാണ് ആ സ്റ്റാർട്ടിങ്ങൊക്കെ, ആ വരുന്നതും വണ്ടി എടുക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ അഭ്യാസങ്ങളും അടിപൊളിയാണ്. ഒരു നോട്ടുമാലയൊക്കെ കൊടുക്കണം എന്ന് തോന്നും. ഇവർക്കെല്ലാം ഈ ഒരു മരണക്കളി തന്നെയാണല്ലോ. ഈ ഡിസേർവ് ചെയ്യുന്ന പേയ്മെൻ്റൊക്കെ കിട്ടുന്നുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അതൊക്കെ അനാവശ്യ ചിന്തയായിരിക്കും. ഈ മരണക്കളിയിലെ ഒരു ഹീറോ എന്ന് പറയുന്നത് ഈ ബ്രൗൺ ഷർട്ട് ഇട്ട ആ ഒരു ബ്രദറാണ് കേട്ടോ. അവൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. ഇതെല്ലാം എത്ര ഡേഞ്ചറായിട്ടുള്ള ഒരു തൊഴിൽ അല്ലെങ്കിൽ അവരൊരു പാഷനൊക്കെ ആയിരിക്കും. പക്ഷെ അത് അത്ര സിമ്പിളായിട്ടല്ലേ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ എത്ര പേരുണ്ട്, എത്ര ക്രൗഡഡ് ആയിരുന്നു. അത് കണ്ടാൽ തന്നെ ഒരു അത്ഭുതം തോന്നും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടും ഇത് പ്രോഗ്രാം തുടങ്ങാനൊക്കെ അത്യാവശ്യം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതല്ലേ ഇവരെ ഡിമാൻഡ്, അത്രയും ഡിമാൻഡിങ് ആണ്. എത്ര പേരവരെ കാണാൻ നിൽക്കുന്നത്. ഡാഡീസിന് എവിടെ പോയാലും കുട്ടികളെ കൊണ്ട് പോയാലും കുറച്ച് ടാസ്കൊക്കെ കിട്ടുമല്ലോ. അത് ഇവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരക്കുമല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറുന്നു.
എന്നാലും അവർ അലമ്പാക്കി കരഞ്ഞ് ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തില്ല. ഷോക്ക് കണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് നമ്മൾ ക്ഷീണിച്ചപ്പോഴാണ് തിരിച്ചു പോകുന്നത്. മരണക്കോട്ടയുടെ മുൻഭാഗത്തെ ഡോർ അടയ്ക്കുന്നത് വരെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. മരണക്കോട്ടയുടെ മുൻഭാഗത്തെ ഡോർ അടക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വാങ്ങിക്കുന്ന ടിക്കറ്റിൽ അടുത്ത മരണക്കിണർ സർക്കസ് അഭ്യാസങ്ങൾ കാണുവാനായിരിക്കും. അതും ഇതുപോലെ വീണ്ടും നിങ്ങൾ ഒരു 10-15 മിനിറ്റ് കാത്തു. ഇങ്ങനെയുള്ള ചന്ത ഫെസ്റ്റിവൽ ഇതിനൊക്കെ ഉണ്ടാകുന്ന മെയിൻ മാർക്കറ്റാണല്ലോ ഈ ക്രാഫ്റ്റ്സുകൾ എന്നൊക്കെ പറയുന്നത്. അതൊരുപാടുണ്ടായിരുന്നു അവിടെ. പിന്നെ മൺകലത്തിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതൊന്നും ഷോപ്പ് ചെയ്യാനൊന്നും നിന്നില്ല, നല്ല വിലയായിരിക്കും. അങ്ങനെ ഫസ്റ്റായിട്ട് ചന്ത എക്സ്പീരിയൻസ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മുടെ പൂരം താലപ്പൊലി അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.